ദേ ഈ കാണുന്ന ഡിക്ഷണറി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോ? ഒരു 10-12 വർഷം മുന്നേ, അതായത് ഞാനൊരു 6-ലോ 7-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ സെയിൽസിനൊക്കെ വരുന്ന ചേട്ടന്മാരില്ലേ, ആ ഒരു ചേട്ടന്റെ കയ്യിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരമുള്ള ഒരു ബുക്കാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അന്ന് വാങ്ങി വെച്ചൊരു ബുക്കാണ് കേട്ടോ ഇത്. പക്ഷേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കിനെ കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല കേട്ടോ. കാര്യം ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സ്കൂളിൽ പഠിക്കാൻ ഒരുപാട് ബുക്കും കാര്യങ്ങളും ഉള്ളപ്പോൾ ഇതിനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കും? അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ദ്രവിച്ചു പോവാറായിട്ടുള്ള ഈ ഒരു ബുക്ക് വെച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജേർണലിംഗ് ആണ് കേട്ടോ. സംഭവം അന്ന് 500 രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ ഇതിൽ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്കൊന്നൊരു ഫ്ലവർ ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വിന്റേജ് ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു പേപ്പർ എടുക്കുക, അതിനൊന്ന് ചുരുട്ടിയിട്ട് നമ്മളൊന്ന് ബേസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവേഴ്സും ലീവ്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിനൊന്ന് ബ്രൗൺ പേപ്പർ ആക്കി എടുക്കുക, എന്നിട്ട് ഒരു വിന്റേജ് ലുക്കൊക്കെ തോന്നാൻ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കീറുന്നത്. പിന്നെ കുറച്ചൊരു ബേൺഡ് എഫക്റ്റ് കിട്ടാനായിട്ട് സൈഡിൽ കുറച്ച് ബ്രൗൺ കളറും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ നമ്മളുടെ ടെക്സ്റ്റിലൊക്കെ ഇതുപോലുള്ള ഇമേജസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ജേർണലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.